ഇന്നത്തെ ഇന്ത്യ ഒരു പ്രതിസന്ധിയിലാണോ? സ്വന്തം ഐഡന്റിറ്റി എന്താണെന്ന് പോലും അറിയാതെ ഒരു കൺഫ്യൂഷനിലാണോ? അതെ, പുരാണത്തിലെ അർജുനനെ പോലെ തന്നെ. ഇതാണ് ഡേവിഡ് ഫ്രോളിയുടെ അറൈസ് അർജുന എന്ന പുസ്തകം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം. അപ്പോ എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മഹാഭാരത യുദ്ധത്തിന്റെ നടുവിൽ സ്വന്തം ബന്ധുക്കളെ കണ്ടപ്പോൾ ആയുധം വെച്ച് താഴെയിരുന്ന അർജുനന്? അതെ, ആ അർജുനൻ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു പ്രതീകമാണെന്നാണ് ഫ്രോളി പറയുന്നത്. സ്വന്തം ആളുകൾക്കെതിരെ എങ്ങനെ യുദ്ധം ചെയ്യുമെന്നോർത്ത് വിഷമിച്ച ആ അർജുനനെപ്പോലെ ഇന്നത്തെ ഇന്ത്യയും ഒരു വലിയ ആശയക്കുഴപ്പത്തിലാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഫ്രോളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജീവിതം എപ്പോഴും ഒരു കുരുക്ഷേത്രമാണ്, ശരിയല്ലേ? ചിലപ്പോൾ നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത, പക്ഷെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. പുരാണത്തിലെ ആ ഒരു പ്രതിസന്ധി അതിന്നും ഈ നിമിഷം പോലും എത്രത്തോളം പ്രസക്തമാണെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്ന യഥാർത്ഥ പ്രശ്നം? ഫ്രോളിയുടെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യയിലെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ നേരിടുന്ന ഒരുതരം മാനസിക പ്രതിസന്ധിയാണ്. എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇവിടെയാണ് ഫ്രോളി വളരെ ശക്തമായ, ഒരുപക്ഷെ കുറച്ച് വിവാദമായേക്കാവുന്ന ഒരു കാര്യം പറയുന്നത്. ഇന്ത്യക്കാർക്കിടയിൽ സ്വന്തം സംസ്കാരത്തോട് തന്നെ ഒരു പുച്ഛം, ഒരുതരം ആത്മനിന്ദ വളർന്നിട്ടുണ്ടെന്നു. അതായത് ഈ ആത്മനിന്ദ വെറുതെ ഇരിക്കുകയല്ല, അത് രാജ്യത്തെ ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ സംഘർഷം, ഒരു ഇന്നർ സിവിൽ വാർ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് ഫ്രോളി പറയുന്നത്. സ്വാഭാവികമായും ഇത് അവരുടെ തീരുമാനങ്ങളെയും നിലപാടുകളെയും കാര്യമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ മാനസിക പ്രതിസന്ധി എങ്ങനെയാണ് പുറത്തുവരുന്നത്? ഫ്രോളിയുടെ പുസ്തകമനുസരിച്ച് ഇതിന് പല ലക്ഷണങ്ങളുണ്ട്. ഒന്നാമതായി, ഇന്ത്യയുടെ സ്വന്തം സംസ്കാരത്തെയും ചരിത്രത്തെയുമൊക്കെ താഴ്ത്തിക്കെട്ടുക. അതേസമയം പുറത്തുനിന്നു വരുന്ന, അതായത് വിദേശത്തെ ആശയങ്ങൾക്കെല്ലാം വലിയ വില കൊടുക്കുക. പിന്നെ രാജ്യത്തിന്റെ പൊതുവായ താൽപര്യത്തേക്കാൾ സ്വന്തം ജാതിക്കും പ്രദേശത്തിനും വേണ്ടി വാദിക്കുക. ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുകയായിട്ട് എന്താ സംഭവിക്കുന്നത്? ജനങ്ങളിൽ നിന്നും ഈ നാടിന്റെ മണ്ണിൽ നിന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു ഭരണവർഗമുണ്ടാകുന്നു. ഇതൊക്കെയാണ് ഫ്രോളി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ. ഓക്കേ, അപ്പോൾ ഈ പ്രതിസന്ധിക്കൊക്കെ എന്താണ് കാരണം? ഫ്രോളി ഇതിനൊരു ഉത്തരം പറയുന്നുണ്ട്. അത് ആഖ്യാനങ്ങൾക്ക്, അതായത് കഥകൾക്കു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ പറയുന്ന കഥകളാണ് ഇവിടെ പ്രധാന വില്ലനെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അതായത് ഫ്രോളിയുടെ ഒരു പ്രധാനപ്പെട്ട വാദം ഇതാണ്: ഇന്ത്യയിലും പുറത്തുമുള്ള പല മീഡിയകളും ഹിന്ദുയിസത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായൊരു ചിത്രമാണ് എപ്പോഴും കൊടുക്കുന്നത്. അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലമോ ആഴമോ ഒന്നും നോക്കാതെ സൗകര്യപൂർവ്വം പലതും മറച്ചുവെച്ചുകൊണ്ടാണ് ഈ ചിത്രീകരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മാധ്യമങ്ങളുടെ പക്ഷപാതത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഫ്രോളി എടുത്തു പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് അയോധ്യ വിഷയം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരൊറ്റ സംഭവത്തിൽ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? എന്തായിരിക്കും അതിന് കാരണം? നമുക്ക് നോക്കാം. ഫ്രോളിയുടെ കാഴ്ചപ്പാടിൽ അയോധ്യയിലെ തർക്കം 1992 പൊട്ടിമുളച്ചൊന്നല്ല. അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഏകദേശം 1528 ബാബറിന്റെ സൈന്യം അവിടെ ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്ന രാമക്ഷേത്രം തകർത്ത് ഒരു പള്ളി പണിതു. അന്നു മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ആ സ്ഥലം തിരിച്ചുപിടിക്കാൻ ഹിന്ദുക്കളും സിഖുകാരും ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ 1949 ആ കെട്ടിടത്തിനുള്ളിൽ വിഗ്രഹങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ആരാധന തുടങ്ങി. ഒടുവിൽ 1992 ആ തർക്കമന്ദിരം തകർക്കപ്പെട്ടു. അപ്പോൾ ഇതൊരു വലിയ ചരിത്രത്തിലെ ഒരേട് മാത്രമാണെന്നാണ് ഫ്രോളി പറയുന്നത്. ഇവിടെയാണ് ഫ്രോളിയുടെ വാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. ഒരു തർക്കകെട്ടിടം തകർത്തത് വലിയൊരു സംഭവമായി ലോകം മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ, ചരിത്രത്തിൽ അധിനിവേശ ശക്തികൾ പൊളിച്ചു നീക്കിയെന്ന് പറയപ്പെടുന്ന 10,000-കണക്കിന് ക്ഷേത്രങ്ങളുടെ കാര്യം ആരും ഓർക്കുന്നില്ല. ആ ചരിത്രം മുഴുവൻ സൗകര്യപൂർവ്വം മറക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അടുത്തതായി ഫ്രോളി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹിന്ദു മുന്നേറ്റങ്ങളെ പലരും ഹിന്ദു ഫണ്ടമെന്റലിസം അല്ലെങ്കിൽ ഹിന്ദു മൗലികവാദം എന്നൊക്കെ വിളിക്കാറില്ലേ? ആ പ്രയോഗം ശരിയാണോ? എന്താണതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി എന്ന് നോക്കാം. ഈ മൗലികവാദം അല്ലെങ്കിൽ ഫണ്ടമെന്റലിസം എന്ന വാക്ക് ശരിക്കും ഹിന്ദുയിസത്തിന് ചേരുന്ന ഒന്നാണോ? ഫ്രോളി ഇതിനെ ഒന്ന് താരതമ്യം ചെയ്ത് കാണിക്കുന്നുണ്ട്. മറ്റു ചില മതങ്ങളിലെ മൗലികവാദത്തിൽ കാണുന്നതുപോലെ ഒരൊറ്റ സത്യദൈവം, ഒരൊറ്റ വിശുദ്ധ ഗ്രന്ഥം, അതിൽ പറയുന്നതാണ് അവസാന വാക്ക്, ലോകത്തുള്ള എല്ലാവരെയും ആ മതത്തിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ആശയങ്ങളുണ്ടല്ലോ. ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന സ്വഭാവം അങ്ങനെയല്ല എന്നാണ് ഫ്രോളി പറയുന്നത്. ഇവിടെ ദൈവത്തിന് ഒരുപാട് രൂപങ്ങളും പേരുകളുമുണ്ട്, ഒരുപാട് പുണ്യഗ്രന്ഥങ്ങളുണ്ട്, മോക്ഷത്തിന് പല വഴികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദു മൗലികവാദം എന്ന പ്രയോഗം ഒരു തെറ്റായ വിശേഷണമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫ്രോളിയുടെ നിഗമനം ഇതാണ്: ഈ മൗലികവാദം എന്ന വാക്ക് ഒരു സാംസ്കാരികവും രാഷ്ട്രീയവുമായ മുന്നേറ്റത്തെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉപയോഗിക്കുന്ന ഒന്നാണ്.
അല്ലാതെ അതിനെ ഹിന്ദുമതത്തിന്റെ സ്വഭാവവുമായി യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്താണിതിനൊരു പരിഹാരം? ഇവിടെയാണ് ഫ്രോളി ഒരു പുതിയ ഉണർവിന്, ഒരു നവോത്ഥാനത്തിന് ആഹ്വാനം ചെയ്യുന്നത്. എന്താണ് അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. അപ്പോ ഉണരൂ അർജുന എന്ന് ഫ്രോളി പറയുമ്പോൾ അദ്ദേഹം ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമ്മുടെ ഉള്ളിലുള്ള ധൈര്യത്തെയും ശക്തിയെയും വീണ്ടെടുക്കാനുള്ളൊരു ആഹ്വാനമാണ്. മുന്നിൽ വരുന്ന വെല്ലുവിളികളെ പേടിക്കാതെ നേരിടുക, ജീവിതത്തിന്റെ ശരിയായ പാതയായ ധർമ്മത്തെ സംരക്ഷിക്കാൻ തയ്യാറാവുക. ഇതാണ് ആ പുതിയ അർജുന ചൈതന്യം. അപ്പോൾ ഈ ഒരു മാറ്റം എങ്ങനെ കൊണ്ടുവരാം? അതിനായി ഫ്രോളി 4 കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്നാമതായി, നമ്മുടെ ചരിത്രത്തെ കൊളോണിയൽ കണ്ണടയിലൂടെയോ മാർക്സിസ്റ്റ് കണ്ണടയിലൂടെയോ കാണാതെ അതിനെ യഥാർത്ഥ രൂപത്തിൽ വീണ്ടെടുക്കുക. രണ്ടാമതായി, നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റായ ആചാരങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തുക, പക്ഷെ നമ്മുടെ ആത്മീയമായ കാതൽ നഷ്ടപ്പെടുത്തരുത്. മൂന്നാമത്, യോഗ പോലുള്ള പാരമ്പര്യങ്ങളെയും സംസ്കാരത്തെയും നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയാക്കുക. നാലാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം, ഇന്ത്യയുടെ ഈ അറിവും സമ്പത്തും ലോക നന്മയ്ക്കായി പങ്കുവയ്ക്കുക. അതായത് ഫ്രോളി ഇവിടെ പറയുന്നത് കേവലം ഇന്ത്യയെക്കുറിച്ചല്ല. അദ്ദേഹം പറയുന്നു, ഒരു രാജ്യമെന്ന നിലയിലും ഒരു ധാർമ്മിക നാഗരികത എന്ന നിലയിലും ലോകത്തെ ശരിയായ വഴിക്ക് നയിക്കാൻ കഴിവുള്ള ഒരേയൊരു രാജ്യം ഇന്ത്യയാണ് എന്ന്. അപ്പോൾ ഈ ഒരു ഉണർവിന് ഒരു ആഗോള പ്രാധാന്യമുണ്ടെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം നമ്മളോട് ഓരോരുത്തരോടുമായി ഒരു വലിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ഈ 21ാം നൂറ്റാണ്ടിലെ പുതിയ കുരുക്ഷേത്രത്തിൽ ഈ വെല്ലുവിളികൾക്ക് മുന്നിൽ അർജുനൻ ഉണരുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുമാണ്.